ഇത് 5ാം ക്ലാസ്സിലത്തെ സംസ്കൃതം പാഠപുസ്തകത്തിലത്തെ പാഠമാണ്. ഇപ്രാവശ്യം പുതിയ ബുക്കാണ് അവർക്ക്. അപ്പോൾ എൻ്റെ മകൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സംസ്കൃതം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്നേരം അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ട്, 5ാം ക്ലാസ്സിലത്തെ കുട്ടികളുടെ ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ സംസ്കൃതത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആദ്യത്തെ കുറച്ച് ഒരു 1, 2, 3 പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ അവർക്കത് ബുദ്ധിമുട്ട് തോന്നുള്ളൂ. പിന്നെ അവരത് പഠിച്ചെടുത്തോളും. ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ തുടങ്ങുവാണ്. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. പ്രകൃതി ജീവൻ നൽകുന്നതും സന്തോഷം അല്ലെങ്കിൽ ആനന്ദം പ്രദാനം ചെയ്യുന്നതുമാണ്. തത്ര വൃക്ഷലതായഃ പക്ഷിമൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ, വള്ളിച്ചെടികളും പക്ഷികളും മൃഗങ്ങളും പരസ്പരം സ്നേഹത്തോടു കൂടെയാണ് ജീവിക്കുന്നത്. വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമാണ് കേട്ടോ. ലതാദയഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിച്ചെടികളാണ്. പക്ഷി മൃഗാദയ എന്ന് പറയുന്നത് പക്ഷികളും മൃഗങ്ങളും കേട്ടോ. അപ്പം അടുത്ത് പറയുവാണ്, ഏതദേവ ജീവനം പ്രകൃതേ സൗന്ദര്യം ഭവതി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇതാണ് ജീവനം പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതാദൃശ്യം പ്രകൃതി സൗന്ദര്യവർണ്ണനാത്മികാം ഏകാം കവിതാം പഠാമഹ. അങ്ങനെ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു കവിത നമുക്ക് വായിക്കാം. ഈ കവിത എങ്ങനെയുള്ളതാണ്? പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഫസ്റ്റത്തെ സ്റ്റാൻസിയാണ് കേട്ടോ ഞാൻ വായിക്കണേ. പശ്യതു മൃദുലേ മമ നിലയം സൗന്ദര്യമേതം മമ നിലയം മാതാ താതസോദരയുഗളം പഞ്ചജന ഇഹ നിവസന്തി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ വരി പശ്യതു മൃദുലേ മമ നിലയം. ഈ ഇതിൽ കാണിക്കുന്ന ഈ കുട്ടി ഇതിനെ കൂട്ടുകാരിയോട് പറയാണ്, ഹേ മൃദുലേ നോക്കൂ എൻ്റെ വീട്, സുന്ദരമേതം മമ നിലയം എൻ്റെ വീട് സുന്ദരമാണ് കേട്ടോ എന്ന് പറയാണ്. മാതാ താതസോദരയുഗളം മാതാവും പിതാവും 2 സഹോദരങ്ങളും പഞ്ചജന ഇഹ നിവസന്തി 5 ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതായത് ആ കുട്ടിനെയും കൂട്ടിയിട്ടാണ് പറയുന്നത്. 5 ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി നമ്മൾ 2ാമത്തെ സ്റ്റാൻസിലേക്ക് പോവുകയാണേ. അപ്പോൾ 2ാമത്തെ സ്റ്റാൻസ് എന്താണ് പറയുന്നത്? പശ്യതു മാമഘമുദ്യാനം വിവിധ സുമാന്യബി വിലസന്തി. സുമാന്യബി എന്നാണ് കേട്ടോ. അശോക ചമ്പക മന്ദാരാണം ലസന്തി നൂതനു കുസുമാനി. എന്താണെന്നറിയോ, എനിക്ക് നമ്മുടെ വോൾട്ടേജ് കുറവാണ്. അപ്പോൾ ഞാൻ ഈ മൊബൈലിൻ്റെ വെട്ടത്തിലുണ്ട് നോക്കി വായിക്കണത്. അപ്പോൾ എനിക്ക് കണ്ണ് കുറച്ച് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട്. പശ്യതു മാമകമുദ്യാനം എന്താണ് പറയണത്? നോക്കൂ. പശ്യതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ എന്നാണ് കേട്ടോ. എൻ്റെ ഈ പൂന്തോട്ടം നോക്കാൻ പറയാണ് കേട്ടോ ആ കുട്ടി. വിവിധ സുമാന്യഭി വിലസന്തി എന്താണ് പറയണത്? പലതരത്തിലുള്ള ധാരാളം പൂക്കൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അശോക ചെമ്പക മന്ദാരാണം. അശോകമുണ്ട്, പിന്നെ ചെമ്പകമുണ്ട്, മന്ദാരുണ്ട്. ഇവയുടെയൊക്കെ എന്താണ് പറയണത്? ലസന്തി നൂതന കുസുമാനി പുതിയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽപ്പുണ്ടെന്നാണ് ഈ കുട്ടി കൂട്ടുകാരിയോട് പറയുന്നത്. ലസന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന പൂക്കൾ കേട്ടോ. തിളങ്ങുന്ന പുതിയ പുഷ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത സ്റ്റാൻസ 3ാമത്തെ സ്റ്റാൻസയാണ് കേട്ടോ. മധുരം ഗായതി പികപോദഹ. മധുരം ഗായതി പികപോദഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പോദഹ എന്ന് പറഞ്ഞ കുഞ്ഞാണ്. പികപോദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പികന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലാണ് കേട്ടോ. പികപോദഹ. ഈ കുഞ്ഞിക്കുയിലുകൾ എന്ത് ചെയ്യുന്നു? മധുരമായിട്ട് പാട്ട് പാടുന്നുണ്ട്. രുചിരം നൃത്യതി കേകി ഗണഹ. അതായത് മയിൽ കൂട്ടങ്ങൾ. കേകി എന്ന് പറഞ്ഞാൽ മയിലാണ്. ഗണഹ എന്ന് പറഞ്ഞാൽ കൂട്ടം. മയിൽ കൂട്ടങ്ങൾ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്. പിന്നെ കാക ഹംസാഹ കീരകപോദ.
കീരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയാണ്. ശുഖഹ എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കീരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്തയാണ് കേട്ടോ. കീരഹയുടെ ശുഖഹയുടെ മറ്റൊരു വാക്കാണ് കീരഹ. കപോതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രാവാണ് കേട്ടോ. അപ്പോൾ കാക്കയും അതുപോലെ തന്നെ അരയന്നവും തത്തയും പ്രാവുമൊക്കെ എന്താ ചെയ്യണേ? ഈഢാന്യേവം രചയന്തി, കൂട് കൂട്ടുന്ന അവരവരുടെ കൂടുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തതാണ് 4ാമത്തെ സ്റ്റാൻസ കേട്ടോ. കുഹരേ നിവസതി ഗലി ശശകോ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ശശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയലാണ്. അപ്പോൾ ഈ മാളത്തിൽ താമസിക്കുകയാണ് ആര്? മുയലുകൾ. പിന്നെ പറയണ ഗൃഹേച്ച സുൻകോ മാർജരഹ. ശുൻകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നായയാണ് കേട്ടോ. പിന്നെ മാർജരഹ എന്ന് പറഞ്ഞാലോ പൂച്ചയാണ്. അപ്പോൾ വീടിനുള്ളിൽ ആരുണ്ട്? ശുൻകോ മാർജരഹ, നായയും അതുപോലെ തന്നെ പൂച്ചയുമുണ്ട്. സന്തതമേവം വയമിഹ സർവേ സാമോദം സഹി നിവസാമഹ. എന്താണ് പറയണത്? ഞങ്ങളെല്ലാവരും സാമോദം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടു കൂടി എൻ്റെ കൂട്ടുകാരി ഇവിടെ സമാധാനത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുകയാണ് പറയാണ്. ആരോട്? കൂട്ടുകാരത്തിയോട് മറ്റേ കൂട്ടുകാരത്തി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം. അപ്പോൾ ഇതിൻ്റെ വാക്കുകൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. താങ്ക് യു.